പ്രൈം ലോകത്തിലെ ഏറ്റവും ഹൈപ്പ് ചെയ്യപ്പെട്ട എനർജി ഡ്രിങ്കാണ്. കളറും ഫ്ലേവറും ചേർത്ത പച്ചവെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ചു കൊടുത്ത് ഒരു വർഷത്തിനുള്ളിൽ 8,000 കോടി രൂപയുടെ വിൽപ്പന നേടിയ പ്രൈം ജെൻസി തലമുറയിലെ ഏറ്റവും സ്വാധീനമുള്ള 2 ഇന്റർനെറ്റ് സെലിബ്രിറ്റികൾ ലോഗൻ പോളും KSIയും ചേർന്നാണ് പ്രൈം ലോഞ്ച് ചെയ്തത്. വൈറൽ മാർക്കറ്റിംഗ്, കൃത്രിമക്ഷാമമുണ്ടാക്കൽ, ഐസണൽ, UFC തുടങ്ങി എലൈറ്റ് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായുള്ള പങ്കാളിത്തം, അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കണ്ട് കൂറ്റൻ കോർപ്പറേറ്റുകൾ പോലും ഒമ്പരന്നിട്ടുണ്ട്. ഇന്ന് കത്ത് മാറിപ്പോയി. പ്രധാന മാർക്കറ്റുകളിൽ പ്രൈമിന്റെ സെയിൽസ് കുത്തനെ ഇടിഞ്ഞു. ലാഭം 90% കുറഞ്ഞു. പ്രൈമിനു വേണ്ടി ബോട്ടിലിംഗ് നടത്തിയിരുന്ന മാനുഫാക്ചറർമാരും വിൽക്കാമെന്നേറ്റ ഡീലേഴ്സും പ്രൈമിനെതിരെ ദിവസം 1 എന്ന നിലയിൽ കേസ് ഫയൽ ചെയ്യുന്നു. പ്രൈമിന്റെ ഷെൽഫുകൾ പ്രധാന സൂപ്പർ മാർക്കറ്റ് ചെയിനുകളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ചോദ്യം ലളിതമാണ്. പ്രൈം ഒരു വിപ്ലവകരമായ സ്പോർട്സ് ഡ്രിങ്ക് ആണോ, അതോ കൃത്യമായി പ്ലാൻ ചെയ്ത ഹൈപ്പ് സൈക്കിൾ മാത്രമായിരുന്നോ? പ്രൈം ശരിക്കും തകരുകയാണോ, അതോ മാർക്കറ്റിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചെത്തുകയാണോ? പ്രൈമിന്റെ ചരിത്രം ചെറുതായി വിവരിച്ച് ആ കഥ പറയാം. പ്രൈം സൂപ്പർ മാർക്കറ്റ് ഷെൽഫുകളിൽ എത്തുന്നതിന് മുൻപ്, കുട്ടികൾ വൻവിലയ്ക്ക് പ്രൈം ബോട്ടിലുകൾ മറിച്ച് വിറ്റ് പോക്കറ്റ് മണി ഉണ്ടാക്കുന്നതിന് മുൻപ്, ലോകം ഇതിനെ ഗട്ടറേഡുമായി താരതമ്യം ചെയ്യുന്നതിന് മുൻപ് അതിനൊരു റിവൽറിയുടെ കഥയുണ്ടായിരുന്നു. 2010കളുടെ അവസാനത്തിൽ ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ 2 ഇൻഫ്ലുവൻസർമാരുടെ റിവൽറി. അത് തുടങ്ങിയത് ബോക്സിംഗ് റിംഗിലും. ലോഗൻ പോളും ഒലാജിഡെ KSI ഒലാറ്റുൻചി എന്ന KSIയും സൈബർ ടച്ച് പോയിന്റുകളിലെ എതിരാളികളായിരുന്നു. 2018 തുടങ്ങിയ ക്രിയേറ്റർ ഡ്രിവൻ കോമ്പാറ്റ് സ്പോർട്സിന്റെ ആദ്യകാല താരങ്ങൾ. 2 യൂട്യൂബർമാർ, ഒരാൾ അമേരിക്കക്കാരൻ, മറ്റേയാൾ ബ്രിട്ടീഷുകാരൻ, തങ്ങളുടെ ഓൺലൈൻ ട്രാഷ് ടോക്കിനെ പേപ്പർ വ്യൂ ബോക്സിംഗ് ഇവന്റാക്കി മാറ്റി. ലോഗൻ പോളും KSIയും തമ്മിൽ നടന്ന 2018 ആദ്യ മത്സരം സമനിലയിൽ അവസാനിച്ചു. 2019 നടന്ന പ്രൊഫഷണൽ റീമാച്ചിൽ KSI നേരിയ വ്യത്യാസത്തിൽ വിജയിച്ചു. ഈ ഇവന്റുകൾ ദശലക്ഷക്കണക്കിന് ലൈവ് വ്യൂവേഴ്സിനെ ആകർഷിക്കുകയും വലിയ PPV റവന്യൂ ഉണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം ഒരു കാര്യം കൂടി തെളിഞ്ഞു. മെയിൻ സ്ട്രീം സ്പോർട്സിന് മാത്രം സാധ്യമായിരുന്ന രീതിയിൽ കാഴ്ചക്കാരെ അണിനിരത്താൻ ഇന്റർനെറ്റ് ക്രിയേറ്റർമാർക്ക് കഴിയുമെന്ന്. ഈ ശത്രുത അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. അറ്റൻഷൻ എക്കണോമിക്സ് എന്ന വിദ്യയിൽ 2 പേരും അജേയരായി. എങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കാം, എങ്ങനെ ഓഡിയൻസിനെ പോളറൈസ് ചെയ്യാം, എങ്ങനെ വിവാദങ്ങളെ എൻഗേജ്മെന്റാക്കി മാറ്റാം എന്നെല്ലാം. ബോക്സിംഗ് മത്സരങ്ങൾക്ക് ശേഷം ഇരുവരുടെയും പക അവസാനിച്ചു. പകരം മ്യൂച്വൽ റെസ്പെക്ട് സ്ഥാനം നേടി. ലോഗൻ പോളും KSIയും കടന്നുപോയത് ഒരേ സാഹചര്യത്തിലൂടെയാണ്. കടുത്ത പബ്ലിക് സ്ക്രൂട്ടിനി, ബിസിനസ് പരാജയങ്ങളും തിരിച്ചുവരവുകളും, സെലിബ്രിറ്റികൾക്കുള്ള നിയമപരമായ സമ്മർദ്ദങ്ങൾ. ഇന്റർനെറ്റ് പ്രശസ്തി പക്വത പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവർ 2 പേരും മനസ്സിലാക്കി. അതായത് വെറും വ്യൂസ് മാത്രം ഇനി മതിയാവില്ല. കാലക്രമേണ ഇന്റർവ്യൂകളിലും പൊതുവേദികളിലും അവരുടെ സംസാര രീതി മാറി. 2021 ആയപ്പോഴേക്കും 2 ക്രിയേറ്റർമാരും ഒരു വഴിത്തിരിവിലെത്തി. യൂട്യൂബ് പരസ്യ വരുമാനം അസ്ഥിരമായിരുന്നു. ബോക്സിംഗ് ലാഭകരമാണെങ്കിലും വലിയ വരുമാനം കൊണ്ടുവന്നില്ല. ബ്രാൻഡ് ഡീലുകളിലും ഇരുവരും തഴയപ്പെട്ടു. അവർക്ക് സ്വന്തമായി ഒരു ബ്രാൻഡ് ആവശ്യമായിരുന്നു. മറ്റൊരു ബ്രാൻഡിന്റെ മുഖമാകുന്നതിന് പകരം അവർക്ക് തന്നെ ഒരു ബ്രാൻഡ് ആകണമായിരുന്നു. ഇരുവരും എനർജി ഡ്രിങ്ക്, ഹൈഡ്രേഷൻ മാർക്കറ്റിലേക്ക് നോക്കി. ബീവറേജ് സ്പേസ് അപ്പോഴേക്കും ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞ ഒരു കൊടുസുമുറിയാണ്. എന്നിട്ടും ആ സെഗ്മെന്റിൽ പ്രധാനപ്പെട്ട 3 ബലഹീനതകളുണ്ടെന്ന് ലോഗൻ പോളും KSIയും വിശ്വസിച്ചു. ലെഗസി ബ്രാൻഡുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയിനിനെയാണ് നിയന്ത്രിച്ചിരുന്നത്. അവരൊരു കൾച്ചർ ഉണ്ടാക്കിയിട്ടില്ല. സ്പോർട്സ് ഡ്രിങ്ക്സ് ഫങ്ഷണൽ ആണെങ്കിലും ബോറടിപ്പിക്കുന്ന രുചിയാണ്. ജെൻസി ഉപഭോക്താക്കൾക്ക് നിലവിലുള്ള ബ്രാൻഡുകളുമായി വൈകാരിക ബന്ധം കുറവാണ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. ഗട്ടറേഡിനും പവറേഡിനും വലിയ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, പക്ഷേ അവർക്ക് പാരാസോഷ്യൽ ലോയൽറ്റി ഇല്ല. ലോഗനും KSIയും ഈ വിടവിൽ തിരികാൻ ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്തു. അവരുടെ വാഗ്ദാനം മെച്ചപ്പെട്ട ഇലക്ട്രോലൈറ്റുകൾ എന്നതല്ല, ഇന്റർനെറ്റ് സംസ്കാരത്തിന് സ്വാഭാവികമായി യോജിക്കുന്ന ഉൽപ്പന്നം, അത്രമാത്രം. ഇവിടെയാണ് പ്രൈമിന്റെ സ്ട്രാറ്റജി സാധാരണ ഹൈഡ്രേഷൻ ഡ്രിങ്കുകളുടെ ലോഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായത്. ലോഗൻ പോളിനും KSIക്കും TV പരസ്യങ്ങളോ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റുകളോ വർഷങ്ങൾ നീണ്ട ബ്രാൻഡ് ബിൽഡിംഗ് സൈക്കിളുകളോ വേണ്ട. ഇരുവർക്കും കൂടി ആ സമയം 4.5 കോടി ഫോളോവേഴ്സ് ഉണ്ട്. ഓരോ അറിയിപ്പും പെട്ടെന്ന് തന്നെ എത്തേണ്ടിടത്തെല്ലാം എത്തി. യൂട്യൂബ് വീഡിയോകൾ, ടെക്സ്റ്റ് ത്രെഡുകൾ, ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ, ടിക്ടോക്ക് ക്ലിപ്പുകൾ. പ്രൈമിന് വേണ്ടത് അവയർനെസ് ആയിരുന്നില്ല, അവൈലബിലിറ്റി മാത്രമായിരുന്നു. 2022 ജനുവരി 4 പ്രൈം ഹൈഡ്രേഷൻ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു. പത്രസമ്മേളനമോ ആപ്പിൾ നടത്തും പോലെ ട്രേഡ് ഷോയോ നടത്തിയല്ല, ഒരു ലൈവ് സോഷ്യൽ മീഡിയ വെളിപ്പെടുത്തലിലൂടെ. ലൈവിന്റെ കഥ ബോധപൂർവം നിർമ്മിച്ചതാണ്. ശത്രുക്കളായിരുന്ന 2 പേർ ഒന്നിച്ചു ചേർന്ന് ഒരു കാര്യം ചെയ്യുന്നു. ഈ കഥ മാത്രം വലിയ രീതിയിലുള്ള ഓർഗാനിക് റീച്ച് ഉണ്ടാക്കി. പ്രൈം എല്ലായിടത്തും ഒരേ സമയം ലോഞ്ച് ചെയ്തില്ല. പകരം 2022 പകുതിയോടെ പരിമിതമായ അളവിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രം പുറത്തിറക്കി. ഇതൊരു സപ്ലൈ ചെയിൻ തകരാറല്ല, അതൊരു തന്ത്രമാണ്. സ്കേഴ്സിറ്റി മാർക്കറ്റിംഗ് എന്ന തന്ത്രം. പ്രൈം വാങ്ങാനുള്ള നീണ്ട വരികൾ,
തീർന്നുപോയ സ്റ്റോക്കുകൾ, ഒഴിഞ്ഞ ഷെൽഫുകളോടുകൂടിയ സ്റ്റോറുകളുടെ വൈറൽ വീഡിയോകൾ, അങ്ങനെ എല്ലാം പരീക്ഷിക്കപ്പെട്ടു. ഉപഭോക്താക്കൾക്ക് പ്രൈം വാങ്ങുന്നത് എളുപ്പമല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് വർദ്ധിച്ചു. സെക്കൻഡറി മാർക്കറ്റുകൾ രൂപപ്പെട്ടു. റീറ്റെയിൽ വിലയേക്കാൾ പല മടങ്ങ് വിലയ്ക്ക് കുപ്പികൾ കരിഞ്ചന്തയിൽ വിറ്റുപോയി. ഈ പ്രതിഭാസം പ്രൈം ഒരു ഡ്രിങ്ക് മാത്രമല്ല, സ്റ്റാറ്റസ് ഒബ്ജക്റ്റ് ആണെന്ന ധാരണ ശക്തമാക്കി. സാധാരണയായി ഇത്തരം ഹൈഡ്രേഷൻ ഡ്രിങ്ക് ലോഞ്ചുകൾ ലക്ഷ്യമിടുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഡെപ്ത്, റിപ്പീറ്റ് പർച്ചേസ് എന്നിവയാണ്. പ്രൈം ലക്ഷ്യമിട്ടത് അറ്റൻഷൻ സ്പൈക്കുകൾ, കൾച്ചറൽ റെലവൻസ് എന്നിവയാണ്. മാർക്കറ്റിംഗ് വിദഗ്ധർ പ്രൈമിന്റെ ലോഞ്ച് സമയത്ത് തന്നെ ചില അപകടങ്ങൾ മണത്തിരുന്നു. ഇവിടെ ബ്രാൻഡിന്റെ പഴക്കമോ വിശ്വാസ്യതയോ അല്ല, ഹൈപ്പാണ് ഡിമാൻഡ് നിയന്ത്രിക്കുന്നത്. ആവശ്യത്തിന് വേണ്ടിയല്ല, കൗതുകത്തിനാണ് ആളുകൾ വാങ്ങുന്നത്. എന്താണ് വാങ്ങുന്നത് എന്നതിനേക്കാൾ ആരുടേതാണ് വാങ്ങുന്നത് എന്നതിനാണ് പ്രാധാന്യം. ഉടമകൾ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. റിസ്കുകൾ അവർക്ക് പ്രശ്നമായിരുന്നില്ല. പ്രൈം മത്സരിച്ചിരുന്നത് രുചിയിലോ ഹൈഡ്രേഷനിലോ അല്ല, അത് അറ്റൻഷന് വേണ്ടിയുള്ള മത്സരമായിരുന്നു. UK-യിലായിരുന്നു ട്രെൻഡ് ഏറ്റവും ശക്തം. ASDA, ALDI, ടെസ്കോ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകളിൽ സ്റ്റോക്ക് എത്തിയ ഉടൻ തന്നെ പ്രൈം അപ്രത്യക്ഷമായി. ശൂന്യമായ അയലുകളുടെ വീഡിയോകൾ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും വ്യാപകമായി പ്രചരിച്ചു. ബ്രിട്ടീഷ് റീറ്റെയിലർമാർ ഒരു ഉപഭോക്താവിന് 3 കുപ്പി മാത്രമേ നൽകൂ എന്ന പർച്ചേസ് ലിമിറ്റ്സ് വരെ ഏർപ്പെടുത്തി. പ്രൈമിന്റെ ആദ്യകാല ഫ്ലേവർ ലൈനപ്പും സ്വീകാര്യതയിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. മെറ്റാമൂൺ, ഐസ് പോപ്പ്, ബ്ലൂ റാസ്ബെറി, ട്രോപ്പിക്കൽ പഞ്ച്, ലെമൺ ലൈം, ഗ്രേപ്പ് ഓറഞ്ച് എന്നിവയായിരുന്നു ആദ്യത്തെ ഫ്ലേവറുകൾ. ഇൻസ്റ്റഗ്രാമിന് വേണ്ടി ഡിസൈൻ ചെയ്ത കുപ്പികളാണ് ഉപയോഗിച്ചത്. ബ്രൈറ്റും ഹൈ കോൺട്രാസ്റ്റുമായ നിറങ്ങൾ, ബോൾഡ് ടൈപ്പോഗ്രഫി, മിനിമലിസ്റ്റ് ലേബൽ സ്ട്രക്ചർ എന്നിവ സോഷ്യൽ മീഡിയ വീഡിയോകളിൽ പ്രൈം ബോട്ടിലുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിച്ചു. ഷുഗർ ഫ്രീ, കൂടുതൽ ഇലക്ട്രോലൈറ്റ്സ്, കോക്കനട്ട് വാട്ടർ ഉൾപ്പെടുത്തിയത്, വിറ്റാമിൻസ് BCAAs എന്നിവയാൽ സമ്പുഷ്ടം, ഇതെല്ലാം തുടക്കത്തിലെ മാർക്കറ്റിംഗിൽ ഉപയോഗിച്ചു. ഇതിനിടെ ബ്രിട്ടനിലെ ചില സ്കൂളുകൾ പ്രൈം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്തു. കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള മാർക്കറ്റിങ്ങിനെ മാതാപിതാക്കൾ ചോദ്യം ചെയ്തതാണ് കാരണം. വിരോധാഭാസം പോലെ ഈ നിയന്ത്രണങ്ങൾ താൽപ്പര്യം കുറയ്ക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നിരോധനങ്ങൾ കൗതുകം കൂട്ടും, സ്കേഴ്സിറ്റി ആഗ്രഹങ്ങളെ ട്രിഗർ ചെയ്യും. 2023 ആദ്യം അമേരിക്ക, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് വിതരണം അതിവേഗം വ്യാപിച്ചു. സാധാരണ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പ്രൈം ലഭ്യമായി തുടങ്ങി. 2023 നവംബറോടെ പ്രൈം ലോകമെമ്പാടും 100 കോടിയിലധികം കുപ്പികൾ വിറ്റഴിച്ചതായി പ്രഖ്യാപിച്ചു. 2023 അവസാനത്തോടെ $1.2 ബില്യൺ വിറ്റുവരവ് നേടി. പുറത്തിറങ്ങി വെറും 600 ദിവസം കൊണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സ് ബ്രാൻഡ് എന്ന റെക്കോർഡ് പ്രൈം നേടി. ആഴ്സണൽ, UFC തുടങ്ങിയ വമ്പൻ പാർട്ട്ണർഷിപ്പുകളിലേക്ക് പ്രൈം കടന്നു. ആഴ്സണൽ ബ്രാൻഡഡ് ബോട്ടിലുകൾ പ്രൈം പുറത്തിറക്കി. കാര്യങ്ങൾ തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പോകുന്നുണ്ടെന്ന് ലോഗൻ പോളും KSIയും ആശ്വസിക്കെ. 2024 തുടക്കത്തിൽ പ്രൈം വിൽപ്പനയിൽ ചില അനോമലികൾ കണ്ടു തുടങ്ങി. സെയിൽസ് പതിയെ സ്ഥിരത കൈവരിക്കുന്നതും പിന്നീട് താഴേക്ക് പോകുന്നതും, സപ്ലൈ ചെയിനിൽ മന്ദത പരക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. 2024 ഫസ്റ്റ് ക്വാർട്ടറിൽ UK-യിലെ സെയിൽസ് മുൻ വർഷത്തെ അപേക്ഷിച്ച് 50% ഇടിഞ്ഞു. വിൽപ്പന പകുതിയായി. വലിയ സപ്ലൈ ചെയിനുകളിൽ ഇതൊരു വെറും കുറവല്ല, തകർച്ചയാണ്, വലിയ കൊളാപ്സ് റേറ്റ്. കൺസ്യൂമർ പാക്കേജ്ഡ് ഗുഡ്സിൽ 10-15% ഇടിവുണ്ടായാൽ പോലും അത് ആശങ്കാജനകമാകും. അവിടെയാണ് 50%-ലധികം ഇടിവ്. എന്നാൽ വിൽപ്പന കണക്ക് മറച്ചുവെക്കാനായിരുന്നു കമ്പനി സ്ഥാപകരുടെ നിർദ്ദേശം. കമ്പനിയിലെ മാർക്കറ്റിംഗ് വിഭാഗം ഡാറ്റ അനലൈസ് ചെയ്തു. ഇതൊരു സീസണൽ ഫ്ലക്ച്വേഷൻ അല്ല, വിലക്കയറ്റം മൂലം സംഭവിച്ചതുമല്ല, മറ്റ് ബ്രാൻഡുകളെ വിൽപ്പന ഇടിവ് ബാധിച്ചിട്ടുമില്ല. ഇതോ പ്രൈമിന് മാത്രം സംഭവിച്ച ഒന്നായിരുന്നു. അതുമാത്രമല്ല, അടുത്ത ഇടുത്തി വൈകാതെ എത്തി. സെയിൽസ് വോള്യം 30%-ലധികം കുറഞ്ഞെന്ന ഡാറ്റയായിരുന്നു അത്. വരുമാനം കുറയാൻ പല കാരണങ്ങളുണ്ടാകാം, പ്രൈസിംഗ്, പ്രൊമോഷൻസ്, മാർജിൻസ് എന്നിങ്ങനെ. എന്നാൽ സെയിൽസ് വോള്യം കുറയുന്നത് ഗൗരവകരമാണ്. കുറഞ്ഞ സെയിൽസ് വോള്യം സൂചിപ്പിക്കുന്നത് ഇതാണ്: അധികം ആളുകൾ ഇപ്പോൾ പ്രൈം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങുന്നില്ല, റിപ്പീറ്റ് പർച്ചേസ് ഇല്ല. പ്രൈമിന്റെ കാര്യത്തിൽ ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടായിരുന്നു. ഹൈപ്പ് കണ്ട് ആദ്യം വാങ്ങിയവർ അത് പരീക്ഷിച്ചു കഴിഞ്ഞു. അവരിൽ ഭൂരിഭാഗം പേരും പിന്നീട് അത് വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല. റീറ്റെയിലേഴ്സ് കാര്യങ്ങളെ വളരെ സത്യസന്ധമായും പ്രായോഗികമായും കാണുന്നവരാണ്. അവർക്ക് ബ്രാൻഡ് സ്റ്റോറികളിൽ താല്പര്യമില്ല. അവർക്ക് വേണ്ടത് സെൽ ത്രൂ വെലോസിറ്റിയാണ്. അതായത് സാധനങ്ങൾ എത്ര വേഗത്തിൽ വിറ്റുതീരുന്നു എന്നത് മാത്രമാണ് അവരുടെ മുൻഗണന. 2024 തുടക്കത്തോടെ പ്രൈം കുപ്പികൾക്ക് ചെലവില്ലാതായതോടെ തങ്ങളുടെ കുപ്പികൾ വിറ്റുപോകാൻ UK-യിലെ റീറ്റെയിലേഴ്സ് വലിയ ഡിസ്കൗണ്ടുകൾ നൽകാൻ തുടങ്ങി. പ്രൊമോഷന്റെ ഭാഗമായല്ല, മറിച്ച് കൈവശമുള്ള സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ചെയ്ത് വിറ്റ് തീർക്കാൻ വേണ്ടി മാത്രം. ഇത് വളരെ പ്രധാനമാണ്. ഡിമാൻഡ് കൂട്ടാൻ വില കുറയ്ക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇൻവെന്ററി ഒഴിവാക്കാൻ വേണ്ടി, ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി വില കുറയ്ക്കുന്നത് അങ്ങനെയല്ല. സ്റ്റോക്ക് വിറ്റുപോകാതാകുമ്പോൾ ഷെൽഫ് സ്പേസ് ചെലവേറിയതായി മാറും. മിക്ക UK ഷോപ്പുകളിലും പ്രൈം കുപ്പികളുടെ വില 31 സെന്റ് വരെയായി കുറഞ്ഞു.
പ്രൈമിന്റെ യാത്രയിലെ ഏറ്റവും നിർണായകമായ നിമിഷമാണിത്. സ്കേഴ്സിറ്റിയിൽ നിന്ന് ക്ലിയറൻസ് പ്രൈസിംഗിലേക്ക്, പ്രസ്റ്റീജിൽ നിന്ന് ബിലോ കോസ്റ്റ് ലിക്വിഡേഷനിലേക്ക്, റീസെയിൽ വാല്യൂവിൽ നിന്ന് ബാർഗെയിൻ വിൻ സ്റ്റാറ്റസിലേക്ക്. 5 മാസം മുമ്പ് കരിഞ്ചന്തയിൽ ഇരട്ടി വിലയുണ്ടായിരുന്ന ഉൽപ്പന്നം എടുക്കാച്ചരക്കായി മാറി. റീറ്റെയിൽ സൈക്കോളജി നോക്കിയാൽ വിലയിലുണ്ടാകുന്ന ഇത്തരം ഇടിവ് ബ്രാൻഡിന്റെ മൂല്യത്തെ നശിപ്പിക്കും. ഒരിക്കൽ ഉപഭോക്താവ് ആ ഉൽപ്പന്നം 31 സെന്റിന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഫുൾ പ്രൈസ് ന്യായമല്ലെന്ന് അവർക്ക് തോന്നും. ബ്രാൻഡ് വാല്യൂ ഇല്ലാതാകും, ബ്രാൻഡ് റിക്കവറി അസാധ്യമാകും. കാര്യങ്ങൾ വഷളാവുകയായിരുന്നു. വില കുറച്ചിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. റീറ്റെയിലേഴ്സ് അടുത്ത നടപടിയിലേക്ക് കടന്നു. പ്രധാന ഗ്രോസറി ചെയിനുകൾ പ്രൈമിനെ പർച്ചേസ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഡീലിസ്റ്റിംഗ് നടത്തി. ഡീലിസ്റ്റിംഗ് എന്നത് ഒരു ശിക്ഷയല്ല, എക്കണോമിക്സ് ആണ്. റീറ്റെയിൽ ഷോപ്പുകളിലെ ഷെൽഫ് സ്പേസ് പരിമിതമാണ്. വിറ്റുപോകാത്ത ഉൽപ്പന്നങ്ങൾ ആ സ്ഥലം കൈയടക്കുമ്പോൾ വേഗത്തിൽ വിറ്റുപോകാമായിരുന്ന മറ്റൊരു ഉൽപ്പന്നത്തിന് അവസരമാണ് നഷ്ടപ്പെടുന്നത്. റീറ്റെയിലേഴ്സ് ഒരു ഉൽപ്പന്നം ഡീലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാവിയിലെ ഡിമാൻഡിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സമീപ ഭാവിയിലൊന്നും ഇത് മെച്ചപ്പെടുമെന്ന് അവർ കരുതുന്നില്ല. ഒരു ഹൈഡ്രേഷൻ ബ്രാൻഡിന് ഡീലിസ്റ്റിംഗ് വലിയ തിരിച്ചടിയാണ്. ലക്ഷറി ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രിങ്കുകൾ മനുഷ്യർ പെട്ടെന്നുള്ള ഇമ്പൾസിൽ വാങ്ങുന്നതാണ്. കടകളിൽ കുപ്പിയുടെ വിസിബിലിറ്റി പ്രധാനമാണ്. അവൈലബിലിറ്റിയാണ് വിപണിയെ നയിക്കുന്നത്. ഒരിക്കൽ കാഴ്ചയിൽ നിന്ന് മറഞ്ഞാൽ അതിൻ്റെ പ്രസക്തിയുമില്ലാതാകും. 2024 അവസാനത്തോടെ തകർച്ചയുടെ ആഴം വ്യക്തമായി. UK പ്രൈം സെയിൽസ് മുൻവർഷത്തെ അപേക്ഷിച്ച് 63.1 മില്യൺ പൗണ്ട് കുറഞ്ഞു. 2023 131 മില്യൺ പൗണ്ട് ഉണ്ടായിരുന്ന റവന്യൂ 38 മില്യൺ പൗണ്ടിലെത്തി. 70% വരുമാന ഇടിവ്. സ്ഥിരതയുള്ള എനർജി ഡ്രിങ്ക് ബ്രാൻഡുകൾക്ക് 5 മുതൽ 10% വരെ ഇടിവ് പോലും ഗൗരവകരമാണ്. 20-30% എന്നത് വലിയ പ്രതിസന്ധിയാണ്. 70% എന്നത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ഇതൊരു യാദൃശ്ചികതയല്ല, നിർഭാഗ്യം കൊണ്ടോ ഗൂഢാലോചന കൊണ്ടോ സംഭവിച്ചതുമല്ല. ഇത് ബിസിനസ് മോഡലിന്റെ പ്രശ്നമാണ്. അതൊന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് ലോഡഡ് ഡിമാൻഡ് എന്ന സിദ്ധാന്തം നോക്കാം. പ്രൈം ഭാവിയിൽ സ്വാഭാവികമായി വരേണ്ട ഡിമാൻഡിനെ ആദ്യം തന്നെ ഊറ്റി. താല്പര്യമുള്ള ഭൂരിഭാഗം ആളുകളും തുടക്കത്തിലെ ഡ്രിങ്ക് പരീക്ഷിച്ചു. ഒരിക്കൽ വാങ്ങി പിന്നീട് വാങ്ങിയില്ല. ഇത് താൽക്കാലിക ട്രെൻഡുകൾക്കും കളക്റ്റിബിൾസിനും ചേർന്ന രീതിയാണ്. ഡെയിലി കൺസപ്ഷൻ ബീവറേജസിന് ഇത് നരകത്തിലെ മാതൃകയാണ്. രണ്ടാമത്തേത്, അതിൻ്റെ കൃത്രിമമായി സൃഷ്ടിച്ച സ്കേഴ്സിറ്റി അവസാനം നയിച്ചത് ഓവർ സപ്ലൈയിലേക്കാണ്. ആദ്യത്തെ ഡിമാൻഡ് കണ്ട് പ്രൈം പ്രൊഡക്ഷൻ കൂട്ടി, ഡിസ്ട്രിബ്യൂഷൻ വ്യാപിപ്പിച്ചു, ഇൻവെന്ററി കുമിഞ്ഞുകൂടി, ഡിമാൻഡ് അതിനൊപ്പം ഉയർന്നുമില്ല. പ്രൈമിന്റെ തകർച്ചയിലേക്ക് നയിച്ച മൂന്നാമത്തെ മാർക്കറ്റിംഗ് സിദ്ധാന്തം അറിയപ്പെടുന്നത് വീക്ക് റിപ്പീറ്റ് പർച്ചേസ് ബിഹേവിയർ എന്നാണ്. സ്ഥിരതയുള്ള ഹൈഡ്രേഷൻ ബ്രാൻഡുകൾ നിലനിൽക്കുന്നത് രുചിയോടുള്ള താല്പര്യം, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, റുട്ടീൻ കൺസംഷൻ എന്നിവയിലൂടെയാണ്. എന്നാൽ പ്രൈം ആശ്രയിച്ചത് ഐഡന്റിറ്റി, ക്രിയേറ്റർ ലോയൽറ്റി, സോഷ്യൽ സിഗ്നലിംഗ് എന്നിവയെ മാത്രവും. പുതുമ മാറിയതോടെ ആളുകളുടെ താല്പര്യവും കുറഞ്ഞു. ഗട്ടറേഡ് ഉണ്ടാക്കുന്നത് ഡോക്ടർമാരാണ്, ബോഡി ആർമർ സൃഷ്ടിക്കുന്നത് ന്യൂട്രീഷനിസ്റ്റുകളാണ്, പവറേഡ് ഫോർമുല തയ്യാറാക്കുന്നത് സയന്റിസ്റ്റുകളാണ്. പ്രൈമിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈപ്പിന് ഒരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്യാൻ സാധിക്കും, എന്നാൽ ഹാബിറ്റിന് മാത്രമേ അതിനെ നിലനിർത്താൻ കഴിയൂ. പാനീയങ്ങളുടെ വിപണിയിൽ എപ്പോഴും വിപണിയാണ് വിജയിക്കുക. ബ്രാൻഡ് തുടങ്ങിയത് ആരാണെന്ന് മാർക്കറ്റ് നോക്കാറില്ല. ആളുകൾ അത് വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ടോ എന്നത് മാത്രമാണ് മാർക്കറ്റ് ശ്രദ്ധിക്കുന്നത്. ഹൈപ്പ് അവസാനിച്ചപ്പോൾ പ്രൈമിന് പഴയ ബ്രാൻഡുകളുമായി മത്സരിക്കേണ്ടി വന്നു. 20-30 വർഷത്തെ പരീക്ഷണങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത ഫോർമുലകളോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ചില ബ്രാൻഡുകൾ ഒരു മാർക്കറ്റിൽ പരാജയപ്പെടുകയും മറ്റൊന്നിൽ തിരിച്ചു പിടിക്കുകയും ചെയ്യും. എന്നാൽ പ്രൈമിന് അതും സാധിച്ചില്ല. UK പിന്നാലെ 2024 ആദ്യ പകുതിയിൽ അമേരിക്കയിൽ പ്രൈം നേരിട്ടത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 40% കുറഞ്ഞ വിൽപ്പനയാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ഡ്രിങ്ക് മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർമാരെ പിന്തുണയ്ക്കുന്ന കൺസ്യൂമർ ബേസാണ്. പ്രൈമിന്റെ കൾച്ചറൽ ഹോം ടർഫാണ്. എന്നിട്ടും അവിടെയും അവർ തോറ്റു. സ്വതന്ത്രമായ റീറ്റെയിൽ ഡാറ്റയും ഇത് ശരിവെക്കുന്നു. ന്യൂമറേറ്ററിന്റെ കണക്കുകൾ പ്രകാരം പ്രൈം ബ്രാൻഡിലുടനീളം ഏകദേശം 42% ഇയർ ഓൺ ഇയർ സെയിൽസ് ഡ്രോപ്പ് ഉണ്ടായി. ഇത് വളരെ പ്രധാനമാണ്, കാരണം ന്യൂമറേറ്റർ ട്രാക്ക് ചെയ്യുന്നത് യഥാർത്ഥ പർച്ചേസ് രീതികളെയാണ്, അല്ലാതെ സോഷ്യൽ എൻഗേജ്മെന്റോ ഇൻഫ്ലുവൻസർ പരാമർശങ്ങളോ ഇംപ്രഷനുകളോ അല്ല. ഒരു ഹൈഡ്രേഷൻ ബ്രാൻഡിന് അതിൻ്റെ ഹൗസ് ഹോൾഡ് പെനിട്രേഷൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. ഈ കഥയിൽ മറ്റൊരു തിരിച്ചറിവ് കൂടിയുണ്ട്. വമ്പൻ സ്പോൺസർഷിപ്പുകൾ ഉണ്ടായിട്ടും പ്രൈമിൻ്റെ തകർച്ച തടയാനായില്ല. പ്രൈം UFC, WWE, ആഴ്സണൽ ഫുട്ബോൾ ക്ലബ്ബ് എന്നിവരുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ഇക്കാലത്തും തുടർന്നു. ഇതൊന്നും ചെറിയ ഡീലുകളല്ല. സാധാരണഗതിയിൽ സ്പോൺസർഷിപ്പുകളുടെ ലക്ഷ്യം ബ്രാൻഡിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കുക, ആളുകളെ കൊണ്ട് വീണ്ടും വാങ്ങിപ്പിക്കുക എന്നിവയെല്ലാമാണ്. എന്നാൽ പ്രൈമിൻ്റെ കാര്യത്തിൽ സ്പോൺസർഷിപ്പുകൾക്ക് വിൽപ്പനയിലെ ഇടിവ് മാറ്റാൻ കഴിഞ്ഞില്ല. സ്പോൺസർഷിപ്പുകൾക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റുള്ള ബ്രാൻഡുകളെ മാത്രമേ വളർത്താൻ കഴിയൂ. ഓവർ എക്സ്പോഷർ എന്ന അമിതമായ പരസ്യങ്ങൾ വഴി മടുപ്പുണ്ടാക്കുക, പ്രൈസ് സെൻസിറ്റിവിറ്റി സൃഷ്ടിക്കുക, വിസിബിലിറ്റി വിത്തൗട്ട് വാല്യൂ ഉപയോഗിച്ച് ഡിമാൻഡ് നിലനിർത്താൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളെ തിരുത്താൻ ആഴ്സണൽ ഫുട്ബോൾ ക്ലബിന് പോലും സാധിക്കില്ല.
ഇനി ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഗൂഗിൾ ട്രെൻഡ്സ് ഡാറ്റ കാണിക്കുന്നത് പ്രൈം ഡ്രിങ്ക് സെർച്ച് ഇൻട്രസ്റ്റ് അതിൻ്റെ ഹൈപ്പിൻ്റെ സമയത്ത് പീക്കിലെത്തി. തുടർന്ന് 2024-25 കാലയളവിൽ അത് വലിയ തോതിൽ താഴേക്ക് പതിച്ചു. യഥാർത്ഥ ട്രെൻഡ് റിവേഴ്സൽ, ക്യൂരിയോസിറ്റി, ഇൻറ്റൻറ്റ്, കൾച്ചറൽ റെലവൻസ് എന്നിവയെല്ലാം കുറഞ്ഞെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രൈം ഇപ്പോഴും ഓൺലൈനിൽ ദൃശ്യമാണ്, വീഡിയോകളും പോസ്റ്റുകളും ഇപ്പോഴുമുണ്ട്. എന്നാൽ വെറും ബസ് മാത്രം. അത് വാങ്ങാനുള്ള താല്പര്യമാണെന്ന് അതിനർത്ഥമില്ല. എക്സൈറ്റ്മെൻറ്റ് സ്കെപ്റ്റിസിസമായി മാറി, ഹൈപ്പ് ക്രിറ്റിസിസമായി, സ്കേഴ്സിറ്റി ഓവർസ്റ്റോക്കായി. ഡിമാൻഡ് കുറഞ്ഞതോടെ UK-യിലും US-ലും പ്രൈമിനെതിരെ കേസുകളും കുമിഞ്ഞുകൂടാൻ തുടങ്ങി. കേസ് കൊടുത്ത റീറ്റെയിലർമാർ ആരോപിച്ചത് പ്രൈം പ്രതീക്ഷിച്ച പർച്ചേസ് വോളിയം പാലിച്ചില്ല എന്നാണ്. ഭാവിയിലെ ഡിമാൻഡ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു, സപ്ലയർമാരുടെ കൈവശം അധിക ഇൻവെന്ററി ബാക്കിയാക്കി എന്നെല്ലാമായിരുന്നു കേസ്. കോടികളാണ് സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. ഇവ വെറും ആരോപണങ്ങളായിരുന്നില്ല, ഒപ്പിട്ട വോളിയം കമ്മിറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള കരാർ തർക്കങ്ങളായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കേസ് കൊടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പാക്കേജ്ഡ് ഡ്രിങ്ക് ബോട്ടിലിംഗ് കമ്പനികളിൽ ഒന്നായ റിഫ്രെസ്കോയാണ്. പ്രൈമിനെതിരെ $67.7 മില്യൺ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കേസാണ് അവർ ഫയൽ ചെയ്തത്. തേർഡ് പാർട്ടി മാനുഫാക്ചറിംഗ് കരാർ പ്രകാരം പ്രൈം വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ വോളിയം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ അതൊരിക്കലും നടന്നില്ല എന്നായിരുന്നു ആരോപണം. പ്രൈം തങ്ങളുടെ ഡ്രിങ്ക് ഉണ്ടാക്കിയിരുന്നത് റിഫ്രെസ്കോയുടെ ഫാക്ടറികളിലാണ്. റിഫ്രെസ്കോ റോ മെറ്റീരിയൽസ് വാങ്ങി, തൊഴിലാളികളെ നിയമിച്ചു, മാസങ്ങൾക്ക് മുമ്പ് കപ്പാസിറ്റി റിസർവ് ചെയ്തു. ബ്രാൻഡുകൾ നൽകുന്ന ഫോർകാസ്റ്റഡ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് അവരിത് ചെയ്യുന്നത്. ഡിമാൻഡ് അപ്രതീക്ഷിതമായി തകരുമ്പോൾ ബോട്ടിലർമാർക്ക് വരുമാനം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, അവരുടെ സങ്ക് കോസ്റ്റ് കൂടി കുഴഞ്ഞു മറിയുന്നു. റിഫ്രെസ്കോ വാദിച്ചത് ഇതാണ്: പ്രൈം ഹൈപ്പിനെ അടിസ്ഥാനമാക്കി പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു, എന്നാൽ ഡിമാൻഡ് തകർന്നപ്പോൾ അതിൻ്റെ ആഘാതം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കേസ് ഇപ്പോഴും നടക്കുകയാണ്. മറ്റൊരു സപ്ലയറായ അഗ്രോവാനയും പ്രൈമിനെതിരെ കേസ് കൊടുത്തു. തങ്ങൾക്ക് ബാക്കിയുള്ള പേയ്മെന്റ് പ്രൈം നൽകുന്നില്ല എന്നായിരുന്നു അഗ്രോവാനയുടെ ആരോപണം. പ്രൈമിന്റെ തകർച്ച റീറ്റെയിൽ തലത്തിൽ മാത്രമല്ല, സപ്ലൈ ചെയിനിലുടനീളം വ്യാപിച്ച ഒന്നാണെന്ന് അഗ്രോവാനയുടെ കേസ് തെളിയിച്ചു. പ്രൈം അപ്രത്യക്ഷമായിട്ടില്ല, അത് പാപ്പരായിട്ടില്ല. ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും വിപണിയിലുണ്ട്, പക്ഷേ ബിസിനസ് ഫ്ലാറ്റ് ലൈൻഡായി എന്നത് കൃത്യമാണ്. സ്ഫോടനാത്മകമായ വളർച്ചാഘട്ടം അവസാനിച്ചു. ഡിമാൻഡ് സാധാരണ നിലയിലാവുകയും പിന്നീട് കുറയുകയും ചെയ്തു. വളർച്ച ലക്ഷ്യമാക്കി നിർമ്മിച്ച സപ്ലൈ ചെയിൻ ഒരു ബാധ്യതയായി മാറി. വ്യവസായങ്ങളെ നിരീക്ഷിക്കുന്നവർ പ്രൈമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: മൂവിംഗ് ഫ്രം ഹൈപ്പർ ഗ്രോത്ത് ടു സർവൈവൽ മോഡ്. സർവൈവൽ മോഡ് എന്നാൽ കോസ്റ്റ് കൺട്രോൾ, ഇൻവെന്ററി മാനേജ്മെന്റ്, കരാറുകൾ പുനർനിർണ്ണയിക്കൽ എന്നിവയാണ്. ആധുനിക ഉപഭോക്തൃ ബ്രാൻഡുകളെക്കുറിച്ച് പ്രൈമിന്റെ തോൽവി വലിയൊരു പാഠം നൽകുന്നു. വിൽപ്പനയിലും ലാഭത്തിലും പ്രസക്തിയിലും നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ലെങ്കിൽ അനിവാര്യമായ നാശം നേരിടേണ്ടി വരും. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ലോകത്ത് പ്രസക്തിയുള്ളവരാകുക എന്നതാണ് എല്ലാം. അതൊരിക്കൽ നഷ്ടപ്പെട്ടാൽ വീണ്ടും കെട്ടിപ്പടുക്കുന്നത് ഹൈപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ലോഗൻ പോൾ ആയാലും മിസ്റ്റർ ബീസ്റ്റ് ആയാലും.